ഗാസയുടെ മണ്ണിൽ ഓരോ പുലരിയും ഉണരുന്നത് ഭയത്തിന്റെയും അനിശ്ചിതത്വത്തിന്റെയും കനത്ത ഭാരവുമായാണ്. വെടിയൊച്ചകളും ബോംബ് സ്ഫോടനങ്ങളും മുഴങ്ങുന്ന ആ തെരുവുകളിൽ നിന്ന് കുട്ടികളുടെ ചിരി മാഞ്ഞു പോയിരിക്കുന്നു. പകരം അവിടെ ബാക്കിയാകുന്നത് ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങളും ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ തേങ്ങലുകളുമാണ്. സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് വിശപ്പും ദാഹവും സഹിച്ച് ജീവൻ നിലനിർത്താൻ മാത്രം ഓടി നടക്കുന്ന ഒരു ജനതയുടെ വേദനയാണ് ഇന്ന് ഗാസ. അവർക്ക് രക്ഷപ്പെടാൻ ഒരു വഴികളുമില്ല, ഒളിക്കാൻ ഇടങ്ങളുമില്ല. ഓരോ നിമിഷവും മരണം അവരുടെ തൊട്ടടുത്ത് പതിയിരിക്കുന്നു. ഈ ദുരിതം അനുഭവിക്കുന്ന ഗാസയിലെ ജനതയുടെ കഥ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ കഴിയുന്ന ഇസ്രയേലി കുടുംബങ്ങളുടെ കഥയുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 22 മാസങ്ങളായി തടവറയിൽ കഴിയുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ കൊതിച്ച് അവരുടെ കുടുംബങ്ങൾ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. ഓരോ വാർത്താക്കുറിപ്പിലും ഓരോ സൈനിക നീക്കത്തിലും അവരുടെ നെഞ്ചിടിപ്പ് കൂടുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ അപകടത്തിലാണെന്ന് അവർ ഭയപ്പെടുന്നു. ഈ യുദ്ധം അവസാനിപ്പിച്ച് അവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി അവർ തെരുവിലിറങ്ങി കണ്ണീരോടെ യാചിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ 2 ജനതയുടെ കഥയാണ്. ഒരാൾ അതിജീവനത്തിനായി പോരാടുമ്പോൾ മറ്റേയാൾ തന്റെ പ്രിയപ്പെട്ടവരുടെ മോചനത്തിനായി യാചിക്കുന്നു. ഇത് ആയുധങ്ങൾ കൊണ്ട് നേടാനാവാത്ത സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു വിങ്ങലാണ്. ഒരു ജനതയുടെ മുഴുവൻ ഹൃദയവേദന ആ നീണ്ട യുദ്ധലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നു. ഗാസയിൽ മനുഷ്യരുടെ ജീവനും കണ്ണീരും അപകടത്തിലാകുമ്പോൾ ഇസ്രായേൽ സർക്കാർ ഇപ്പോഴും യുദ്ധത്തിന്റെ തീയിൽ എണ്ണയൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള മേഖലകളിൽ സൈനിക ആക്രമണം ശക്തമാക്കാനുള്ള പദ്ധതികൾ നെതന്യാഹു ഭരണകൂടം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഹമാസിനെ തകർക്കുക എന്ന പേരിൽ മുന്നോട്ട് പോകുന്ന ഈ ആക്രമണങ്ങളിൽ ഇരകളാകുന്നത് യഥാർത്ഥത്തിൽ സാധാരണ ജനങ്ങളാണ്. 22 മാസമായി തുടരുന്ന യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് നിരപരാധികളായ ഒരുപാട് മനുഷ്യരാണ്. കൂടാതെ ഈ സാധാരണക്കാരിൽ ചിലരെ ബന്ദികളാക്കിയിട്ടുമുണ്ട്. ഈ മനുഷ്യർക്ക് വേണ്ടിയാണ് അവരുടെ കുടുംബങ്ങൾ രാജ്യവ്യാപകമായിട്ടുള്ള സമരം ആരംഭിച്ചതും. യുദ്ധം അവസാനിപ്പിച്ച് ജീവൻ രക്ഷിക്കുക എന്ന് ആവശ്യപ്പെടുമ്പോഴും സർക്കാരിന്റെ ശ്രദ്ധ രാഷ്ട്രീയ ലാഭത്തിനായുള്ള യുദ്ധത്തിന്റെ തുടർച്ചയിലാണ്. ബന്ദികളുടെ മോചനത്തിന് മുൻഗണന നൽകണമെന്ന ആവശ്യവുമായി മുൻ സൈനിക ഇന്റലിജൻസ് മേധാവികൾ പോലും മുന്നോട്ട് വന്നിട്ടും നെതന്യാഹു ഭരണകൂടം അവരുടെ ശബ്ദം അവഗണിക്കുന്നു എന്നതും യഥാർത്ഥത്തിൽ വേദനാജനകമാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ വ്യോമാക്രമണങ്ങൾ ഗാസയിൽ സാധാരണക്കാർക്ക് കനത്ത നാശനഷ്ടങ്ങളും വരുത്തി. ഓഗസ്റ്റ് 16-ന് മുവാസി പ്രദേശത്ത് നടന്ന വ്യോമാക്രമണത്തിൽ മാതാപിതാക്കളും അവരുടെ ഒരു കുഞ്ഞും കൊല്ലപ്പെട്ടു. അതേസമയം ഹമാസിന്റെ സൈനിക ശേഷി തകർക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും സാധാരണക്കാർക്ക് ദോഷം വരാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും എടുക്കുന്നുണ്ടെന്നും ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചു. ഈ യുദ്ധത്തിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തെക്കാൾ വലുതായി മാറുന്നു എന്നതിന്റെ സൂചനയാണിത് നൽകുന്നത്. യുദ്ധവെറിയേക്കാൾ വലിയ കൊലയാളിയാണ് പട്ടിണി. ഗാസയിൽ 251 പേരുടെ മരണം പോഷകാഹാരക്കുറവ് മൂലമാണെന്ന് ഔദ്യോഗിക കണക്കുകൾ പറയുന്നുമുണ്ട്. കുടിവെള്ളമില്ലാതെ രോഗങ്ങൾ പടർന്നു പിടിച്ച സാഹചര്യത്തെ ഐക്യരാഷ്ട്രസഭ പോലും ഭീകരാവസ്ഥ എന്ന് വിലയിരുത്തി. എന്നാൽ ഇസ്രായേൽ സർക്കാരിന് ഇതുവരെ സഹായ വിതരണത്തിന് അനുമതി നൽകാൻ പോലും മടിയാണ്. ഇസ്രായേലിന്റെ കർശന നിയന്ത്രണങ്ങളും സുരക്ഷാ വെല്ലുവിളികളും കാരണം ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതും വിതരണം ചെയ്യുന്നതും അതീവ ദുഷ്കരമായി തുടരുന്നു. സഹായം തേടുന്നതിനിടെ നിരവധി സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ഈ പ്രതിസന്ധികൾക്കിടയിലും യുദ്ധം അവസാനിപ്പിച്ച് ബന്ദികളെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യം ഇസ്രായേൽ ശക്തമാക്കിയിരിക്കുകയാണ്. ഹമാസിനെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ പേരിൽ നെതന്യാഹുവിന്റെ ഭരണകൂടം മനുഷ്യാവകാശങ്ങളെ തകർക്കുകയാണ്. കുട്ടികൾ, സ്ത്രീകൾ, വയോധികർ, രോഗികൾ എല്ലാവരും ഒരുപോലെ ആക്രമണങ്ങളുടെ ഇരകളായി വീഴുന്നു. ഗാസയിലെ മരണങ്ങൾക്കുള്ള ഉത്തരവാദിത്തം ഹമാസിനേക്കാൾ കൂടുതൽ ഇസ്രായേൽ സർക്കാരിന്റെ അന്ധമായ യുദ്ധനയങ്ങൾക്കാണ്. യുദ്ധം തുടരുന്നതിനിടെ ഇസ്രായേലിൽ നിന്നുള്ള പ്രതിഷേധങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻ സൈനിക ഇന്റലിജൻസ് മേധാവികൾ ഉൾപ്പെടെ പലരും സർക്കാരിനോട് യുദ്ധം അവസാനിപ്പിച്ച് ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാറിന് മുൻഗണന നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഹമാസിനെ തോൽപ്പിക്കണമെന്ന ലക്ഷ്യം ജനങ്ങൾക്ക് മനസ്സിലാകുന്നു. എന്നാൽ ബന്ദികളുടെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നതാണ് ഇപ്പോഴത്തെ അടിയന്തര കടമയെന്നാണ് പ്രതിഷേധക്കാർ ഉയർത്തുന്ന ആവശ്യം. അതേസമയം ഇസ്രായേൽ സർക്കാർ ഇപ്പോഴും അധികാരം നിലനിർത്താനുള്ള യുദ്ധത്തിലാണ്. സമാധാനം ജനങ്ങളുടെ ആഗ്രഹമാണ്. എന്നാൽ അവർ ആഗ്രഹിക്കുന്ന സമാധാനം ആയുധങ്ങളുടെ നിശബ്ദത മാത്രമല്ല, സുരക്ഷയുടെയും നീതിയുടെയും ജീവിതത്തിന്റെയും ഉറപ്പുകൂടിയാണ്. ഗാസയിലെയും ഇസ്രായേലിലെയും ജനങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ തുല്യമല്ലായിരിക്കാം. എന്നാൽ ഇരുവശത്തും നഷ്ടപ്പെടുന്നത് മനുഷ്യജീവിതങ്ങളുമാണ്. ഈ യുദ്ധം അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കപ്പുറം മനുഷ്യരുടെ വേദനയുടെയും നഷ്ടങ്ങളുടെയും ഒരു വലിയ ചിത്രം ലോകത്തിന് മുന്നിൽ വരച്ചു കാട്ടുന്നു. യുദ്ധം ആർക്കും വിജയം നൽകുന്നുമില്ല. അത് സൃഷ്ടിക്കുന്നത് കൂടുതൽ ദുരിതങ്ങളും കണ്ണീരും മാത്രമാണ്.